നമസ്കാരം. വോയിസ് ഓഫ് വിജീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ചെറിയ ചില ഇൻഫർമേഷനുകൾ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പോളണ്ട് ലക്കി ഡ്രോയിലേക്കാണ് വന്നിരിക്കുന്നത്. എംബസി ലക്കി ഡ്രോ നടത്തി സബ്മിഷൻ VFS സെൻ്ററുകൾ വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആദ്യത്തെ ഓപ്പണിങ്ങിൽ കുറച്ച് ആൾക്കാരുടെ മാത്രമേ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് എംബസി ലക്കി ഡ്രോയിലേക്ക് വരികയാണെന്ന് പറയുമ്പോൾ പലരും വിശ്വസിച്ചില്ല. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഫേക്കാണ്, അങ്ങനെ ന്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരിയേറെ കമൻറ്റുകൾ അതിനിടയിൽ വന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ട് തന്നെ ഒത്തിരി പേര് രജിസ്ട്രേഷൻ ചെയ്തില്ല. അതുപോലെ നിലവിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തവർക്കാണ് ഇപ്രാവശ്യം തേർഡ് മെയിലുകളൊക്കെ വന്നതും അത് പൂർത്തീകരിക്കാൻ അവർക്ക് ആദ്യത്തെ ട്രവണ്ടി കഴിഞ്ഞത്. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് തേർഡ് മെയിൽ വന്നില്ലായിരുന്നു. അപ്പോൾ ആദ്യം 15 ദിവസത്തേക്കുള്ള ഡേറ്റാണ് ഓപ്പൺ ആയത്. അതായത് ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് 15 വരെയുള്ള ഡേറ്റുകളൊന്ന് ഓപ്പണായി. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അറിവൊക്കെ വെച്ചിട്ട് ഏകദേശം 50ഓളം സ്ലോട്ടുകളാണ് ഓപ്പൺ ആയത്. പക്ഷേ കുറഞ്ഞ അപേക്ഷകരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇത് ഫേക്കാണെന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. 2, പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് തേർഡ് മെയിൽ വരാത്തതുകൊണ്ട് അവർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മുടെ യൂറോപ്പിലെ അറിവുകൾ പങ്കുവെക്കാമെന്ന് പറയുന്ന 3 ഗ്രൂപ്പിലുമായിട്ട് ഏകദേശം 8ഓളം പേർക്ക് ഫസ്റ്റ് ലക്കി ഡ്രോയിൽ കിട്ടിയിരുന്നു. നമുക്ക് അറിയാവുന്നതായിട്ട് ഏകദേശം ഒരു 10-20ഓളം പേർക്കൊക്കെ കിട്ടിയതായിട്ട് നമ്മുടെ അറിവിൽ തന്നെ ഉണ്ട്. അപ്പം അതിനുശേഷം പിന്നീട് ആ തീരുമാനം മാറിയിട്ട് എല്ലാ തിങ്കളാഴ്ചയും ലക്കി ഡ്രോ എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പോൾ അതിനുശേഷം ഏകദേശം 3 ഓപ്പണിംഗ് കൂടെ കഴിഞ്ഞു. പക്ഷെ അതിൽ നിലവിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊന്നും കിട്ടിയതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ 1-2 പേർക്കൊക്കെ കിട്ടിയതായിട്ട് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ അവരിത് പുറത്ത് പറയാൻ തയ്യാറാകുന്നില്ല. അതൊക്കെ ഓരോരോ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ്. ഇത്രയും പേര് നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയാൽ അത് കണ്ണ് കിട്ടിപ്പോയ പോലെ ആകില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വിസ അടിക്കാണ്ട് പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണെന്നൊക്കെയാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്. എനിക്ക് പുള്ളിയുടെ കൂട്ടുകാർക്ക് 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ പറയില്ല അവർ ഗ്രൂപ്പിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അതെന്തോ ആകട്ടെ. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ആഴ്ചയ്ക്ക് ഓപ്പൺ ആകുന്നത് കൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു 25 സ്ലോട്ടൊക്കെ ഓപ്പൺ ആകാൻ സാധ്യതയുള്ളൂ പറഞ്ഞ ആദ്യത്തെ സിസ്റ്റം ആണെങ്കിൽ. അപ്പോൾ ഏകദേശം ഒരു 50,000-നും 1,00,000-നും അടുത്ത് രജിസ്ട്രേഷനുകൾ ഇപ്പോൾ ഓൾറെഡി സൗത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ലാസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നവരുടെ നമ്പറുകളും ആദ്യം വന്നവരുടെ നമ്പറും ഒക്കെ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം അത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഇത്രയും പേരിൽ നിന്ന് 25 പേരെ നറുക്കെടുക്കുമ്പോൾ അത് കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറായിട്ട് തന്നെയാണ്. പക്ഷേ എങ്കിലും VFSൽ നേരത്തെ 1.25 ലക്ഷം രൂപ ബ്ലാക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഓപ്പൺ ആകുന്ന അത്രയും സ്ലോട്ടുകൾ ഇപ്പോൾ ഓപ്പൺ ആകുന്നുണ്ട്. പക്ഷെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കിട്ടുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ലോട്ടറിയാണ്. ആ 936 രൂപ അടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മാത്രമല്ല, നമ്മുടെ വിസ ആപ്ലിക്കേഷൻ ഫോം ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്കാണ് അവർ നമ്മുടെ റെഫറൻസ് നമ്പർ ഉണ്ടാവും, പിന്നെ ഒരു കോഡ് ഉണ്ടാവും, പാസ്പോർട്ട് നമ്പർ ഉണ്ടാവും, നമ്മുടെ പേര്, സെൻറ്റർ, കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ആ വിസ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഏറ്റവും അടിഭാഗത്തൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പിന്നെ നമുക്ക് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മെയിലിൽ വരുമ്പോൾ ആ ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മെയിലുണ്ട്. ആ മെയിലിൽ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ആ ഡേറ്റും ടൈമും കൂടെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ആ വിസ ആപ്ലിക്കേഷൻ ഫോം പോലും നമ്മൾ ഫില്ല് ചെയ്യേണ്ട പൈസ ലാഭമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറികടന്നുകൊണ്ട് എൻ്റെ പണത്തിൻ്റെ ബലം കൊണ്ട് കടന്നു പോകാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് നടക്കില്ലാണ്ടായി പുള്ളിയിലേക്ക് കിട്ടോ എന്നുള്ള സിസ്റ്റത്തിലേക്ക് വരും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരുടെയും പല സംശയങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തതാണ്, അപ്പോൾ ഈ വർഷം രജിസ്റ്റർ ചെയ്യണോ? അതുപോലെ ഈ വർഷം രജിസ്റ്റർ ചെയ്തു, ഈ പ്രാവശ്യത്തെ ലക്കി ഡ്രോയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് മെയിൽ വന്നു, വീണ്ടും അടുത്ത് രജിസ്റ്റർ ചെയ്യണോ? ഇത് പലരോടും നമ്മൾ ഗ്രൂപ്പിൽ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഇതേ സംശയങ്ങൾ പലർക്കും ഉണ്ട് എന്ന് മനസ്സിലായതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇറക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ഒരു കാരണമേ അല്ല. അതിനുശേഷം വീണ്ടും VFSലേക്ക് വന്നു. അപ്പോൾ അന്നത്തെ ആ രജിസ്ട്രേഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഓൾറെഡി കാര്യമായി. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ സ്പീഡായിട്ട് ചിലപ്പോൾ സെക്കൻഡ് മെയിൽ പോലും വരാണ്ട് തേർഡ് മെയിൽ വരുന്നുണ്ട്. കാരണം ഓൾറെഡി നിങ്ങളുടെ ഡാറ്റ അവിടെ ഉള്ളതാണ്, അതുകൊണ്ടാണ്. പിന്നത്തെ ഒരു സംശയമാണ് ഈ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്ന് കരുതിയിട്ട് ഈ ലക്കി ഡ്രോയിലേക്ക്, അതായത് ഈ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തേ പറ്റൂ. അത് എല്ലാവരും ഒന്നേം തന്നെ രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുമെങ്കിൽ ലക്കി ഡ്രോയിൽ ഡേറ്റ് കിട്ടുന്നോടം വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റിൻ്റെ കാലാവധി 90 ദിവസം ആകുന്നോടം വരെ ഈ ലക്കി ഡ്രോ സിസ്റ്റം നിലവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നറുക്കെടുപ്പിൽ
പങ്കെടുത്തുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും പിന്നീട്, അതായത് ഒരിക്കൽ ഈ പുതിയ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ഈ മാസമോ അല്ലെ കഴിഞ്ഞ മാസമോ രജിസ്റ്റർ ചെയ്തെങ്കിൽ പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. അതിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും മെയിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മെയിൽ വരുന്നുണ്ടെന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇപ്രാവശ്യം പരിഗണിച്ചില്ല, അടുത്ത പ്രാവശ്യം പരിഗണിക്കുമെന്ന് പറഞ്ഞ് മെയിൽ വരും. അല്ലെങ്കിൽ കിട്ടിയെങ്കിൽ ആ ഡേറ്റ് വെച്ചുകൊണ്ടുള്ള മെയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്രാവശ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷേ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തു എന്നുകൊണ്ട് കഴിഞ്ഞിട്ട് ഈ വർഷത്തെ ലക്കി ഡ്രോയിൽ പരിഗണിക്കില്ല. ഇപ്രാവശ്യത്തെ ലക്കി ഡ്രോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഈ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യണം. അത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒത്തിരി ആൾക്കാരും വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് ആഴ്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം കിട്ടിയോ ഇല്ലയോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പല ഏജൻസികളിൽ കൂടി പലർക്കും പല തട്ടിപ്പുകളും ഇപ്പോഴും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഡേറ്റ് കിട്ടിയെന്നൊക്കെ പറയും. പക്ഷേ മറ്റ് രേഖകളോ കാര്യങ്ങളൊന്നും ചോദിക്കും കൊടുക്കുന്നില്ല. ഇത്ര രൂപ കൊടുത്തിട്ടാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തട്ടിപ്പുകൾ വരുന്നത്. അപ്പം ഈ തട്ടിപ്പുകൾ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മെയിലുകൾ നിങ്ങൾക്ക് വരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതാ എന്ന് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ വേറെ കുറേ ആൾക്കാർ ഇന്ന പോലെ ഡേറ്റ് എടുത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര രൂപ അഡ്വാൻസ് മേടിക്കുന്നു. അപ്പോൾ അവർ തന്നെ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. അത് കൊടുത്തിട്ടുണ്ട്, അടുത്ത മാസം കിട്ടും, അല്ലെങ്കിൽ അടുത്ത മാസം കിട്ടുന്നത്. അതിനിടയ്ക്ക് കിട്ടിയാൽ നിങ്ങളുടെ കാശ് പോകും. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേളം വെച്ച് അവർക്ക് മേടിച്ചാൽ മാന്യത ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞ് നിങ്ങളുടെ നിന്ന് മേടിച്ച് അഡ്വാൻസ് തിരിച്ചും തരും. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും വന്ന് ചോദിക്കുന്നുണ്ട്, പോളണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കണോ? ഏകദേശം ഒരു 2 വർഷത്തോളമുള്ള എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇനി ആരും തൽക്കാലം പോളണ്ടിലേക്ക് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുക തന്നെയായിരിക്കും നല്ലത്. വിസ അടിക്കില്ലെന്നോ ഒന്നുമല്ല, പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ പെർമിറ്റും പിടിച്ചുകൊണ്ട് 1.5-2 വർഷമായ ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. 1 ലക്ഷം പേപ്പർ അല്ലെങ്കിൽ 1 ലക്ഷം ആപ്ലിക്കേഷൻ നിലവിൽ പെൻഡിങ് ഉള്ളപ്പോൾ ഒരു മാസം 100 എണ്ണം അല്ലെങ്കിൽ 120 എണ്ണം പോയി കഴിഞ്ഞാൽ എത്ര പേർക്ക് കിട്ടുമെന്ന് നിങ്ങളുടെ ബുദ്ധിക്ക് ചിന്തിക്കുക. ഏജൻസികൾ പലതും പറയും. വിസ അടിച്ചത് മാത്രമേ എല്ലാവരും പറയാറുള്ളൂ. ഇപ്പം ഒരു 100 പേരുടെ സബ്മിഷൻ ഒരു ഏജൻസി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നടത്തി 10 പേർക്ക് വിസ അടിച്ചെങ്കിൽ ഈ 10 പേരുടേത് മാത്രം വെണ്ടയ്ക്ക അടിച്ച് പബ്ലിഷ് ചെയ്യും. ഞങ്ങളുടെ ഏജൻസി വഴി പോയി ഇതാ വിസ അടിച്ച് കിട്ടി, അല്ലെ ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞത്. പക്ഷേ ഈ പരാജയപ്പെട്ട 90 പേരുടെയും കഥ ഇവരാരും പറയില്ല. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളത് ചിന്തിക്കണം. 2, നിങ്ങൾക്ക് ഇന്നൊരു ജോലി അത്യാവശ്യമാണ്, ഒരു ജോലി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ യൂറോപ്പിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ നോക്കരുതെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് നിലവിലൊരു ജോലി ഉണ്ട്, അതിൻ്റെ കൂടെ യൂറോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കിട്ടുമ്പോൾ കിട്ടിക്കോട്ടെ നോക്കാം. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നിറങ്ങി നാളെ കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു ഏജൻസികളെ വിശ്വസിക്കരുതെന്നാണ് ഞാൻ പറയാം. അല്ലെങ്കിൽ ചെറിയ ശമ്പളത്തിന് കൊണ്ടുപോകുന്ന ചില രാജ്യങ്ങളുണ്ട്. ഞാൻ ആ രാജ്യങ്ങളുടെ പേരൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലത് വേറെ ഒത്തിരി ഏജൻസികൾക്ക് ബാധിക്കും. അവർ കുറേ പേർ ഒന്നാമത് ഇപ്പം എന്നെ ശത്രുവായിട്ട് കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു രാജ്യത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പം വിരൽത്തുമ്പിലാണ് ലോകമുള്ളത്. നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക, ആ രാജ്യത്തെ പോപ്പുലേഷൻ എത്രയുണ്ട്, ആ രാജ്യത്തിൻ്റെ വിസ്തൃതി എത്രയുണ്ട്, ആ രാജ്യത്തെ മിനിമം വേജസ് എത്രയാണ്. ആ മിനിമം വേജസ് ഒക്കെ നോക്കിയാൽ അറിയാം. പലരും ഇപ്പോൾ ഈയിടെയൊക്കെ പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് 500 യൂറോ ഒക്കെ സാലറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ 95, 45, 45,000 രൂപ. അല്ലെ 600 യൂറോ സാലറിയാണ് 54,000 രൂപ. ഈ 600 യൂറോ സാലറിക്കകത്ത് നിങ്ങളുടെ ഫുഡും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു 40,000 രൂപ 35,000 രൂപ ഇതൊക്കെയാണ് മിക്കവാറും ബാലൻസ് പിടിക്കാൻ പറ്റുക. അതിനും പലരും ചോദിക്കുന്നത് 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം ഒക്കെയാണ്. ഇത് കൊടുത്തിട്ട് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പലരും പറയുന്നതാണ് ഷെങ്കനാണല്ലേ, ഷെങ്കനെ കിട്ടി നിങ്ങൾക്ക് പെട്ടെന്ന് മാറാം. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അതിൻ്റെ പിന്നിലായ കുറേ പ്രയത്നങ്ങൾ നമ്മൾ നടത്തണം. അതിന് കുറേ ടൈം എടുക്കും. അപ്പോൾ അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ആസ്തി നിങ്ങൾക്കൊണ്ടാണ്. നിങ്ങൾ ഇവിടുന്ന് പോയി അടിക്കുന്നോട്ട് പോകുന്ന പൈസ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ടതല്ലായിരിക്കും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ജോലി പിടിച്ചു നിന്നേ പറ്റുമോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം വല്ലതും ഗൾഫോ വല്ലതും നോക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അതോടൊപ്പം തന്നെ യൂറോപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് മാത്രമേ കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോളണ്ടൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്ന് കിട്ടുമെന്ന് പോലും യാതൊരു ഉറപ്പുമില്ലാത്തൊരു സംഭവമാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. അതുപോലെ കൂടിയ എമൗണ്ട് ആർക്കും കൊണ്ട് അഡ്വാൻസ് കൊടുക്കാതിരിക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2, 3, 5 ഒക്കെ പറ്റിക്കപ്പെട്ടത്. എത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ആൾക്കാർ എങ്ങനെ പോയി പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുളവാക്കുന്ന കാര്യമാണ്. പക്ഷേ പലരും ചീറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ കടന്നു വരുന്നത്. നമ്മുടെ 3 ഗ്രൂപ്പും നിലവിൽ ഫുള്ളാണ്. 4ാമതൊരു ഗ്രൂപ്പ് തുടങ്ങാൻ താല്പര്യമില്ലാതെ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നിവൃത്തിയില്ല. 3 ഗ്രൂപ്പും ഫുള്ളായി. എല്ലാം പ്രൊഫൈൽ പിക്ചറും പേരുള്ള ആൾക്കാർ തന്നെയാണ്.
അതുകൊണ്ട് നാലാമതൊരു ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനടിയിൽ ഇട്ടേക്കാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് പലർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പരാതിയും യൂട്യൂബിലൊക്കെ വന്ന് കമൻറ്റ് ഇടുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ആകണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാകണം വ്യക്തമായിട്ട്. അത് എവരിവൺ ആയിരിക്കണം. നിങ്ങൾ കോൺടാക്ട് ചെയ്തവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് കാണാവുന്നവർക്ക് മാത്രമായിട്ട് കാര്യമില്ല. ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങൾക്കും കാണാവുന്ന രീതിയിൽ പ്രൊഫൈൽ പിക്ചർ എവരിവൺ ആയിരിക്കണം. അതോടൊപ്പം അതിനിടയിൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണം. ഇത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പല ഏജൻസികളുടെ ആൾക്കാർ വ്യാജ പേരുകളിൽ ഇരുന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ചില തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ഏജൻസികളെ ആരെയും മാറ്റി നിർത്തുന്നില്ല. ഏജൻസികളെ എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പുകൾ. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ, ഒരു വേക്കൻസി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലുകൾ ആ ഗ്രൂപ്പിൽ പറയണം. ആരെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കണം. അങ്ങനെ ഒരു നിയമം നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളാണ്. ഇപ്പോൾ പലരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഏജൻസി നല്ല ഏജൻസിയാണെന്നൊക്കെ പറയും, ഏജൻസിയുടെ ബിനാമി ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വ്യക്തമായ ഐഡൻറ്റിറ്റി വേണമെന്ന് പറയുന്നതിൻ്റെയും കാരണം. അപ്പോൾ അതിൽ പലരും എതിർപ്പ് ഇരിക്കുന്നവരുണ്ടാകാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ നിയമം അതാണ്, സുതാര്യമായിട്ട് കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇനിയിപ്പോൾ നാളെ തിങ്കളാഴ്ച നാളെ ലക്കിട്ടുമുണ്ട്.